എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സബോള വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. വെറും 3-4 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ സാധാരണ ഉള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ അത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 സബോള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള സബോളയാണ്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സബോളയെല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ നല്ലെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഉണക്കമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഈ കറിവേപ്പിലയും മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചൂടിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കായംപൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു പകുതി മൂത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഈ ഒരു പാനിൻ്റെ ചൂടിൽ പാകത്തിന് മൂത്ത് വന്നോളും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പാനിലിരുന്നിട്ട് പൊടികളൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. പാനിൻ്റെ ഒക്കെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. നമ്മളിത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇത് ഞാൻ 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ വിനാഗിരി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൻ്റെ ചൂടൊക്കെ ഇപ്പം നന്നായിട്ട് ആറിയിട്ടുള്ളതാണ്. തീയൊന്നും കത്തിക്കരുത്. സബോളയൊക്കെ ഇതുപോലെ തന്നെ പച്ചയായിട്ട് തന്നെ കിടക്കണം. സബോളയും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 ദിവസമൊക്കെ ഇത് സൂക്ഷിക്കാനാണെങ്കിൽ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന ബൗളും സബോളയൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ എടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടുവന്നു പോകും. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂറോളം പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്